എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്നെ രക്ഷിക്കണം, എന്നെ പോവാൻ അനുവദിക്കണം. എനിക്ക് എന്റെ ഭാര്യയെ കാണണം. എന്നെ വിടണം പ്ലീസ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? പണമാണെങ്കിൽ എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാം. പ്രസവം അടുത്തിരിക്കുന്ന എന്റെ ഭാര്യയെ കാണാനാണ് ഞാൻ പോകുന്നത്. ഞാനൊരു ബ്രാഹ്മണനാണ്, കള്ളം പറയില്ല, എന്നെ വിശ്വസിക്കൂ. വൈശാഖൻ പൊയ്ക്കോളൂ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ചാൾസ്. യെസ്. വെൽക്കം വൈശാഖൻ. പോലും സാധിക്കാതെ വൈശാഖൻ സാറും പോയി. പോകരുതേ പോകരുതേ എന്ന് എത്ര പ്രാവശ്യം കാല് പിടിച്ച് പറഞ്ഞതാണ്. ആ വിധി അല്ലാണ്ട് എന്തു പറയാനാ? ഒരു കണക്കിന് നന്നായി. ഇന്നോ നാളെയോ ഒന്ന് ചിന്തിച്ച് ചിന്തിച്ച് വേദനിക്കുന്നതിനേക്കാൾ നല്ലത്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നമുക്കൊരു രക്ഷയില്ലേ? 48 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ വരാത്ത രക്ഷ ഇനി എപ്പോ വരാനാ?
മിനിയല്ലേ? പേടിക്കണ്ട. ഐ എം ഫ്രം പോലീസ്. മൈ നെയിം ഇസ് ഇമ്രാൻ, അലി ഇമ്രാൻ. ബാക്കിയുള്ളവരോടെ? ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. രാവിലെ ഇവിടെ ഒരു ചെറിയ വഴക്കുണ്ടായി. അതിനുശേഷം അവർ ആണുങ്ങളെ മുഴുവൻ മാറ്റി. നിങ്ങളെ രക്ഷിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അതിനുവേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നാളെ രാത്രി 8-നും 8:30-ക്കും ഇടയ്ക്ക് ഞങ്ങൾ ഓപ്പറേഷൻ ആരംഭിക്കും. അരമണിക്കൂറിനകം എല്ലാം തീരണം. എൻ്റെ ഇൻസ്ട്രക്ഷൻസ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ പുറത്തേക്ക് വരാവുള്ളൂ. പുറത്തെന്ത് ബഹളമോ ഒച്ചയോ കേട്ടാലും നിങ്ങൾ ആരും പേടിക്കരുത്. ഇതൊരു ഗാഡ്ജറ്റാണ്. ഇതിൻ്റെ മോണിറ്റർ എൻ്റെ പക്കലുണ്ട്. 1 കിലോമീറ്റർ വരെ ഇതിൻ്റെ സിഗ്നൽ എനിക്ക് കിട്ടും. ഇത് മിനിയുടെ കഴുത്തി കിടന്നാൽ ആരും സംശയിക്കില്ല. ഓൾ ദ ബെസ്റ്റ്. നാളെ രാത്രി 8-നും 8:30-ക്കും ഇടയ്ക്ക് നമുക്ക് മീറ്റ് ചെയ്യാം. ആരായാൾ? എന്താ പറഞ്ഞത്? പറയാം. ഹലോ, സമയം തീരാൻ 2 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. എന്ത് തീരുമാനിച്ചു? ഹലോ ചാൾസ്. എന്താ ഉത്തരം മുട്ടിയോ? അതോ പുതിയ നുണയൊന്നും സ്റ്റോക്കില്ലേ? അവരിൽ ഒരാളുടെ എണ്ണം കൂടി കുറഞ്ഞിരിക്കുന്നു. സ്പോട്ടിലുണ്ട്. അടുത്തത് നാളെ പ്രതീക്ഷിക്കാം. ഞാൻ വെളുപ്പിന് കൃത്യം 5 മണിക്ക് വിളിക്കും. അതിനുള്ളിൽ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിൽ, പഠിച്ചില്ലെങ്കിൽ ഇനിയും ഇത് സംഭവിക്കും. ഒരു കേന്ദ്രമന്ത്രി അടക്കം 10-15 പേരുടെ ജീവനേക്കാൾ പ്രിയം ഒരു വമ്പന്റെ മെയ്മിടുക്കും അഭ്യാസവും കാണാൻ വേദിയൊരുക്കുക എന്നുള്ളതാണെങ്കിൽ, വെൽ, പിന്നെ എനിക്കൊന്നും പറയാനില്ല. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറുമല്ല. ഇമ്രാനെ വിളിച്ചു വരുത്തിയത് ഏകപക്ഷീയമായിട്ടല്ല, നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സോ വാട്ട്? അയാളെ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. ട്രെയിനിങ് അച്ചടക്കവുമുള്ള നമ്മുടെ ഫോഴ്സിന് സാധിക്കാത്തത് ഒരൊറ്റയാന് സാധിക്കുമെന്ന് കരുതിയത് തന്നെ അബദ്ധം, മഹാബദ്ധം. അതും സർവീസിൽ നിന്നും പിരിഞ്ഞുപോയ ഒരു ധിക്കാരി. സർ, ഐ ആം സപ്പോസ് ടു ബി ദ ഹെഡ് ഓഫ് ദ പോലീസ് ഫോഴ്സ് ഇൻ ദ സ്റ്റേറ്റ്. അത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എന്റെ അഭിപ്രായത്തെ മാനിക്കണം. ഇനി ഇത് നമ്മുടെ പരാജയമാണെങ്കിൽ പോലും ആ നിരപരാധികൾക്ക് വേണ്ടി ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ ചാൾസുമായി നെഗോഷിയേറ്റ് ചെയ്യുകയായിരിക്കും നല്ലത്. ഹോം സെക്രട്ടറി എന്ത് പറയുന്നു? ഇമ്രാൻ അവരെ രക്ഷപ്പെടുത്തുന്ന ഉറപ്പില്ലെങ്കിൽ മിസ്റ്റർ മാത്യൂസ് പറഞ്ഞ പോലെ മിസ്റ്റർ മേനോൻ എന്ത് പറയുന്നു? മാത്യു സാർ പറയുന്നതിൽ എന്തൊക്കെ ന്യായങ്ങൾ ഉണ്ടായിരുന്നാലും എനിക്കതിനോട് യോജിക്കാനാവില്ല. പിന്നെ നമ്മളൊരാളെ ഒരു ജോലി ഏൽപ്പിച്ചു.
അയാൾ ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ കുപ്പായം ഇട്ടുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ മറ്റുള്ളവരെ കരുവാക്കുന്നത് ഇതുപോലൊരു സാഹചര്യത്തിലല്ല. ക്ഷമിക്കണം സർ, നിങ്ങൾ കുറെ നേരമായല്ലോ നിന്ന് പ്രസംഗിക്കുന്നു. ഈ കുപ്പായത്തിന്റെ വില നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയാം. എന്ത് സ്വാർത്ഥതയാണ് ഞാൻ കാണിച്ചത്? മിസ്റ്റർ മേനോൻ, അതെ, മേനോൻ തന്നെ. കുറെ നേരമായി ഞാനിത് സഹിക്കുന്നു. എനിക്കെന്താ സ്വന്തം താല്പര്യം? എനിക്കത് അറിയണം. മിസ്റ്റർ മേനോൻ, താൻ പോടോ. നിങ്ങൾ പറ, എനിക്കെന്താ സ്വന്തം താല്പര്യം? ഞാൻ പറയണോ? പറയണം. മനസ്സില്ലെങ്കിൽ മനസ്സുണ്ടാവണം. മിസ്റ്റർ മേനോൻ, ഒരാളെ കുറിച്ച് ഇല്ലാത്ത ആരോപണം പറയുമ്പോ സർ, Will you stop it? സർ, I said stop it. മിസ്റ്റർ മാത്യൂസ് വരണം. വരണം.